ഫസ്റ്റ് ഇയർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഡോഗ് ലെഗ്ഡ് സ്റ്റെയറിൻ്റെ ഡിസൈനും ഡ്രോയിങ്ങും ഒക്കെ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു ഡോഗ് ലെഗ്ഡ് സ്റ്റെയറിൽ എത്ര റൈസ് കൊടുക്കണം, എത്ര ത്രെഡ് കൊടുക്കണം എന്നൊക്കെ എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി അതിൻ്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ടായിരിക്കും, ആ റൂമിൻ്റെ സൈസ് തന്നിട്ടുണ്ടായിരിക്കും. കാരണം അത് നമ്മൾ ഡിസൈൻ ചെയ്ത് വരയ്ക്കേണ്ട സമയത്തൊക്കെ നമുക്ക് റൂമിൻ്റെ സൈസ് ആവശ്യമായിട്ട് വരും. 2 മീറ്റർ ബൈ 4.6 മീറ്റർ എന്ന് നമുക്ക് റൂമിൻ്റെ സൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെയുള്ളൊരു പ്രോബ്ലമാണ് ഞാൻ സോൾവ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫ്ലോറിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ടായിരിക്കും, അതായത് എത്ര ഹൈറ്റാണ് ആ റൂമിനുള്ളത്. 3.3 മീറ്റർ ഹൈറ്റാണുള്ളത്. കാരണം അത്രയും ഹൈറ്റിലോട്ടാണ് നമ്മൾ സ്റ്റെയർ ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്രയും ഹൈറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്റ്റെയർ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്, 330 സെൻറ്റിമീറ്റർ എന്ന് കേട്ടോ. ഇനി എക്സ്ട്രാ അവിടെ സ്ലാബിൻ്റെ തിക്നെസ്സും കൂടെ കൊടുത്തിട്ടുണ്ട്, അതൊരു 12 സെൻറ്റിമീറ്റർ ആണെന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില കേസിൽ സ്ലാബ് തിക്നെസ് ഇങ്ങനെ സെപ്പറേറ്റ് തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി തന്ന ഫ്ലോർ ഹൈറ്റിലേക്ക് ഈ സ്ലാബ് തിക്നെസ് ആഡ് ചെയ്തിട്ട് വേണം ടോട്ടൽ ഹൈറ്റ് എടുക്കാൻ. എന്നാൽ ചില കേസിൽ ഇങ്ങനെ സെപ്പറേറ്റ് സ്ലാബ് തിക്നെസ് ഒന്നും പറഞ്ഞ് തന്നിട്ടുണ്ടാവില്ല. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓൾറെഡി തന്നിട്ടുള്ള ആ ഫ്ലോർ ഹൈറ്റ് തന്നെ എടുത്ത് ചെയ്താൽ മതി. ഇനി ഒരു ഡോഗ് ലെഗ്ഡ് സ്റ്റെയറിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. 180 ഡിഗ്രിയിൽ ടേൺ ചെയ്യുന്ന ഒരു സ്റ്റെയർ ആണ്. അതിന് 2 ഫ്ലൈറ്റുകൾ ഉണ്ടായിരിക്കും അല്ലേ. ആദ്യത്തെ ഒരു ഫ്ലൈറ്റ്, പിന്നെ ഒരു ലാൻഡിങ്, സെയിം നെക്സ്റ്റ് ഒരു ഫ്ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ടാവും നമ്മൾ നെക്സ്റ്റ് ഫ്ലോറിലെത്തുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാണ്. ഹൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ടോട്ടൽ ഹൈറ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ തന്നിട്ടുള്ള 3.3 മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്ലാബിൻ്റെ അടിഭാഗം വരെയുള്ള തിക്നെസ്സും പ്ലസ് 12 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ആ സ്ലാബിൻ്റെ തിക്നെസ്സുമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഈ കംപ്ലീറ്റ് ഹൈറ്റ് കവർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അടുത്ത ഫ്ലോറിൻ്റെ മേലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ താഴെയായി പോകും അല്ലേ. അപ്പോൾ അത് ടോട്ടൽ ആഡ് ചെയ്തപ്പോൾ 3.42 മീറ്ററാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഈ 3.42 മീറ്റർ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ റൈസുകളും കൂടിയിട്ടാണ് നമ്മൾ ഈ ഹൈറ്റിലോട്ട് എത്തുന്നത്. ഇവിടെ ഇപ്പോൾ റൈസ് നമുക്ക് 18 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ കേട്ടോ. ഒരു റൈസിൻ്റെ ഹൈറ്റ് 18 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസിൽ അത് തരും, ചില ക്വസ്റ്റ്യൻസിൽ അത് നമ്മൾ എടുക്കേണ്ടി വരും. റൈസ് എത്രയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ അസ്യൂം ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു സ്റ്റെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ റൈസുകളും ഇങ്ങനെ ചേർന്നാണ് ആ ഒരു ഹൈറ്റ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ എത്ര റൈസ് വേണം എന്നുള്ള കാര്യം കണ്ടെത്തുന്നത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഹൈറ്റ് എത്താൻ വേണ്ടിയിട്ട് എത്ര റൈസുകൾ നമുക്ക് ആവശ്യമുണ്ട്, അതാണ് നമ്മളിതിൽ കണ്ടെത്തുക അല്ലേ. നമ്പർ ഓഫ് റൈസേഴ്സ് ആണ് നമ്മൾ കണ്ടെത്തുക. അപ്പോൾ അങ്ങനെ ടോട്ടൽ ആ ഹൈറ്റിലേക്ക് നമ്മൾ കംപ്ലീറ്റ് കയറി എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര സ്റ്റെപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ എത്ര റൈസ് കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, നമ്പർ ഓഫ് റൈസ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഇക്വേഷൻ ഒന്നും പറയാനില്ല, ജസ്റ്റ് ഒരു സിമ്പിൾ ലോജിക്കാണ്. നമ്പർ ഓഫ് റൈസേഴ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ടോട്ടൽ തന്നിട്ടുള്ള ഹൈറ്റ്, അതായത് ഇവിടെയാണെങ്കിൽ ഇപ്പോൾ അത് 3.42 മീറ്റർ ആണ്. അപ്പോൾ 3.42 മീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റൈസിൻ്റെ അളവ് കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തത് 1 മീറ്ററിലും 1 സെൻറ്റിമീറ്ററിലൊക്കെ കിടക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒന്നല്ലെങ്കിൽ 2 മീറ്ററിലോട്ട് മാറ്റിയിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്ററിലോട്ട് മാറ്റിയിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ ഞാനിവിടെ ചെയ്തിട്ടുള്ളത് 2 സെൻറ്റിമീറ്ററിൽ എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് നമുക്കറിയാം 342 സെൻറ്റിമീറ്റർ ആണ്. സ്ലാബും ഹൈറ്റും കൂടെ കൂട്ടിയിട്ടുള്ള ടോട്ടൽ ഹൈറ്റ്, ഒരു റൈസ് എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 19 നമ്പേഴ്സാണ് കിട്ടുന്നത്. അതായത് 19 നമ്പർ റൈസ് കൊടുത്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ ഫ്ലോറിൻ്റെ മേലോട്ട് എത്താൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറയുന്നത് എന്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സിംഗിൾ ഫ്ലൈറ്റുള്ള ഒരു സ്റ്റെയർ അല്ല ഒരിക്കലും. അപ്പോൾ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ ഫ്ലൈറ്റുള്ള സ്റ്റെയർ ആണല്ലേ. 2 ഫ്ലൈറ്റുകൾ, അതായത് ആദ്യത്തെ ഒരു ഫ്ലൈറ്റ്, പിന്നൊരു ലാൻഡിങ്, പിന്നൊരു ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഈ കിട്ടിയിട്ടുള്ള 19 നമ്പർ ഓഫ് റൈസേഴ്സിനെ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഫ്ലൈറ്റിലോട്ടും കൂടി ആക്കി കൊടുക്കണം. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ബേസിക് ഒരു കാര്യങ്ങളൊക്കെ അറിയണം. നമ്മളെപ്പോഴും സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ മിനിമം 3 എണ്ണെങ്കിലും ഒരു ഫ്ലൈറ്റിൽ കൊടുക്കണം. അതുപോലെ തന്നെ മാക്സിമം 12 എണ്ണ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു റൂളുണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 ടോട്ടൽ നമ്പർ ഓഫ് റൈസേഴ്സിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഞാനിവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്പർ ഓഫ് റൈസേഴ്സ് ഞാൻ 12 എണ്ണാക്കി എടുത്തു. ഇനി നമ്മൾ നമ്പർ ഓഫ് ത്രെഡ്സ് കാണാം. അപ്പോൾ നമ്പർ ഓഫ് റൈസേഴ്സിന് എങ്ങനെ നമ്പർ ഓഫ് ത്രെഡ്സ് കാണാം, നമ്പർ ഓഫ് റൈസേഴ്സിൽ നിന്ന് 1 കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് ത്രെഡ്സ് കിട്ടും. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്തു, 12 1 കുറച്ച് എനിക്ക് 11 നമ്പറാണ് ഫസ്റ്റ് ഫ്ലൈറ്റിലുള്ള ത്രെഡ്സ് കിട്ടിയത്. അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലൈറ്റിൽ മേലെ നമ്മൾ ഓൾറെഡി 12 റൈസ് കൊടുത്തത് കാരണം ഇവിടെ എന്തുണ്ടാവും, അതിൻ്റെ ബാക്കി ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. അപ്പോൾ 19 12 കുറച്ചാൽ ബാക്കി 7 നമ്പർ ഓഫ് റൈസേഴ്സാണ് സെക്കൻഡ് ഫ്ലൈറ്റിലുള്ളത്. ഇനി ഇവിടെയും എത്രയാണ് ത്രെഡ് കൊടുക്കേണ്ടതെന്നുള്ളത്, അതായത്
ഇന്നൊന്ന് കുറച്ചതായിരിക്കുമല്ലോ. അപ്പോൾ മേലെ ഞാൻ എഴുതി കാണിക്കുന്നത് ഈ 12ഉം 17ഉം കൂട്ടിയ നമ്മുടെ ടോട്ടൽ നമ്പർ 19 കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് ത്രെഡ്സ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ കിട്ടിയ 7ൽ നിന്ന് 1 കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള എന്ത് കിട്ടും, നമ്പർ ഓഫ് ത്രെഡ്സ് കിട്ടും. അപ്പം നിങ്ങൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്പർ ഓഫ് റൈസേഴ്സ് കാണാനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റിനെ ഒരു റൈസറിൻ്റെ ഹൈറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ത്രെഡ്സ് കണ്ടെത്തണം. അപ്പം നമ്പർ ഓഫ് ത്രെഡ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ നമ്പർ ഓഫ് റൈസേഴ്സിൽ നിന്ന് 1 മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്പർ ഓഫ് ത്രെഡ്സ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി.